ഇപ്പോൾ ടെലിഗ്രാമിലാണ് ലൈവ് പോകുന്നത്. ആദ്യമൊക്കെ ടെലിഗ്രാമിൽ ലൈവ് വന്നെങ്കിലും ഇപ്പോൾ ഇയാളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നടക്കുന്നത് സിക്കിം എന്ന തട്ടിപ്പ് ഗാംബ്ലിംഗ് ആപ്പിന്റെ പ്രൊമോഷൻ മാത്രമാണ്. വെറുതെ പ്രൊമോഷൻ മാത്രമല്ല ഇയാൾ ചെയ്യുന്നത്, പകരം ഇയാൾ ഈ ഗാംബ്ലിംഗ് ആപ്പിന്റെ ഏജന്റ് ആണ്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യും. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം കേരളത്തിൽ തന്നെ ഫേമസ് ആയ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയ ഒരു ഫ്രീ ഫയർ യൂട്യൂബറായ റൈസ്റ്റാറിനെ പറ്റിയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ഏകദേശം 5-6 മാസം മുമ്പേ തന്നെ ഗെയിമിംഗ് ആപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഗാംബ്ലിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊരു കോൺട്രവേഴ്സി വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഇഷ്യൂവിനെ പറ്റിയായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിപ്പോൾ സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലതരത്തിലുള്ള പ്ലാറ്റ്ഫോം ഇതേപോലെ ടെലഗ്രാം ചാനലുകൾ വഴി പുള്ളിക്കാരൻ ഇപ്പോഴും സ്റ്റിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സീരിയസ്നെസ് ഇപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗാംബ്ലിംഗ് ആപ്പ്, ഏറ്റവും മെയിനായിട്ട് കളർ പ്രഡിക്ഷൻ ആപ്പിനെ പറ്റിയായിരിക്കും നമ്മൾ നോക്കുന്നത്. ഗാംബ്ലിംഗ് ആപ്പ് എന്തുകൊണ്ടാണ് ഇത്രയും ഡേഞ്ചറസ് ആവുന്നത്, എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഇത്രയും ഹെയ്റ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായിട്ടും നോക്കുന്നുണ്ടാവും. പല ആപ്പുകൾ ഇവിടെ ലീഗലായിട്ട് നിലനിൽക്കുമ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇല്ലീഗൽ ആപ്പ് എന്ന രീതിയിൽ പറയപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ടാവും. സോ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. സോ ഗാംബ്ലിംഗ് എന്തുകൊണ്ടാണ് ഇത്രയും പോപ്പുലർ എന്നുള്ള കാര്യം പലർക്കും സ്റ്റിൽ ഡൗട്ട് ഉണ്ടായിരിക്കും. ഏൻഷ്യൻ്റ് ടൈംസ് തൊട്ട്, അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളിൽ പോലും ഇതിൻ്റെ കോൺസിക്വൻസസ്, അല്ലെങ്കിൽ ഈ പുരാണങ്ങളിൽ രാജാക്കന്മാരും തീരെ ദരിദ്രരായിട്ടുള്ള ആൾക്കാരും ഒരേപോലെ കളിച്ചിരുന്ന ഒരു കാര്യമാണ് ഗാംബ്ലിങ്. അതിൻ്റെ കോൺസിക്വൻസസും നമ്മുടെ പുരാണങ്ങളിൽ തൊട്ടേ മെൻഷൻ ചെയ്തു വരുന്നൊരു കാര്യമാണ്. സോ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഗാംബ്ലിങ് പോലല്ല ഓൺലൈൻ ഗാംബ്ലിങ്, അതിനേക്കാളും ഫാർ മോർ ഡേഞ്ചറസ് ആണ്. എന്തുകൊണ്ടാണ് ഡേഞ്ചറസ് ആവാനായിട്ടുള്ള കാരണം എന്നുള്ള കാര്യമായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതെങ്ങനെയാണ് ഈ ഒരു ഓൺലൈൻ ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ കളർ പ്രഡിക്ഷൻ, മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ പ്രഡിക്ഷൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസിനെ പറ്റിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ഐഡിയ തരാം. സപ്പോസ് അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ മാത്സിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മാത്സ് വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ പലർക്കും ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവുന്നതായിരിക്കും. കളർ പ്രഡിക്ഷൻ അല്ലെങ്കിൽ നമ്പർ പ്രഡിക്ഷൻ, അതിന് പകരം ഒരു കോയിന് നമ്മളിപ്പോൾ സപ്പോസ് ചെയ്യുക, ഒരു കോയിനുണ്ട്. ഈ ഒരു കോയിന് 2 ഭാഗമുണ്ട്, ഹെഡ് ഓർ ടെയിൽ. അപ്പോൾ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്തിട്ട് നമ്മളുടെ വീഴാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഹെഡാണ്. സോ നമ്മൾ 5 തവണ കോൺസിക്യൂട്ടീവായിട്ട് ഈ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെന്ന് വെച്ചു. അപ്പോൾ ഈ 5 തവണ കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തവണയെങ്കിലും ഹെഡ് വിടാതിരിക്കാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/32 ആണ്. അതായത് ഏകദേശം 3% അല്ലെങ്കിൽ 4% താഴെ. ഇത്രയും കുറവ് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ നിങ്ങൾ 5 തവണ കോൺസിക്യൂട്ടീവായിട്ട് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലെങ്കിലും ഹെഡ് വീഴാതിരിക്കാനുള്ള ഒരു ചാൻസ്. അപ്പോൾ ഈ ഒരു 5 തന്നെ പകരം 10 തവണയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാൻസ് വളരെ കൂടുന്നതായിരിക്കും. 1024 എന്നുള്ള രീതിയിലേക്ക് നല്ല രീതിക്ക് കൂടുന്നതായിരിക്കും. എന്നാൽ ഇതൊരു 15 തവണ അത്രത്തോളം കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം 32,000 തവണയിൽ ഒരു തവണ മാത്രം നടക്കുന്ന, അത്രയും റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അതായത് നമ്മൾ 15 തവണ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഹെഡ് വീഴാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ റയറാണ്. അപ്പോൾ ഈ ഒരു പ്രോബബിലിറ്റിയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ കളർ പ്രഡിക്ഷൻ ആപ്പിലേക്ക് തിരിച്ചു വരാം. ഈ ഒരു ഗാംബ്ലിംഗ് ആപ്പ് നിങ്ങളെടുത്ത് നോക്കുവാണെങ്കിൽ യെസ് ഓർ നോ കോൺസിക്യൂട്ടീവായിട്ട് 15 തവണയും ഒക്കെ വരുന്നത് വളരെ സുലഭമായിട്ട്. അതായത് നിങ്ങൾ ഏകദേശം 1 മണിക്കൂറുള്ള ചാർട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 1-2 തവണ പോലും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്രയും റെയറായിട്ട് സംഭവിക്കുന്ന കാര്യം ഇവരെങ്ങനെയാണ് ഇത്രയും കറക്റ്റായിട്ട് നമ്മുടെ പൈസ പോകുന്ന രീതിയിൽ ഇതിൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ ഈ ഒരു ഗെയിം വർക്ക് ചെയ്യുന്നതെന്നുള്ളത് പല ആൾക്കാരുടെയും ഡൗട്ടാണ്. സോ അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സമയം ബെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ബെറ്റ് ചെയ്യുന്നത് എത്ര പേരാണ്, അല്ലെങ്കിൽ അവർ ബെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ നമുക്കറിയത്തില്ല. നമ്മളിതിനകത്ത് പൈസ വയ്ക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പൈസ വയ്ക്കുമ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. സോ നിങ്ങളിപ്പോൾ ലക്ഷങ്ങൾ വെച്ച് ബെറ്റ് ചെയ്താൽ എന്തായാലും നിങ്ങളുടെ പൈസ ആദ്യം തന്നെ പോകും. സോ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ എങ്ങനെയൊക്കെ കളിച്ചാൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും പ്രോഫിറ്റ് ഈ ഒരു ഗാംബ്ലിംഗ് ആപ്പ് വഴി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് കാരണം ഒരു പ്യുവർ സ്കാമാണ്. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അവർ തന്നെ നമ്മളെ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഒരു അൽഗോരിതം വഴി ജയിപ്പിക്കും. സോ ഈ ഒരു ഗെയിമിലോട്ട് നമ്മൾ കൂടുതൽ ആകർഷിതരാവാൻ, അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിനെ നമ്മൾ പിന്നെയും കളിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ട്രിക്ക് മാത്രമാണ് ഇങ്ങനെ പിന്നെയും നമ്മൾ ജയിക്കുന്നത് ഫസ്റ്റ് ടൈമിലൊക്കെ. പിന്നെ നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കി തുടങ്ങുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ലോസ് ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ക്യാഷ് അത്രയും.
ഇതിൻ്റെ മറ്റൊരു സ്കാം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നമ്മൾ ഇതിനകത്ത് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നേരെ ചൊവ്വേ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. മിക്ക ബാങ്ക് അക്കൗണ്ട്സും ഇതിനകത്ത് വിഡ്രോയിങ് സമയത്ത് റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അഥവാ ബാങ്ക് അക്കൗണ്ട് സക്സസ്ഫുള്ളി ലിങ്ക്ഡ് ആയി എന്ന് വെച്ചാൽ പോലും നമുക്ക് ഒരു 10 തവണ ട്രൈ ചെയ്ത ഒരു തവണ മാത്രമായിരിക്കും പ്രോപ്പറായിട്ട് ഇതിനകത്ത് വിഡ്രോവൽ നമുക്ക് കിട്ടുന്നത്. വളരെ ഇല്ലീഗലായിട്ടാണ് ഈ ഉള്ള എല്ലാ ആപ്പും പ്രവർത്തിക്കുന്നത്. പക്ഷേ 1-2 വർഷമായിട്ട് പോലും ഇന്ത്യയിൽ ഇതുവരെ ബാൻ ചെയ്യാത്ത രീതിയിൽ പല പ്ലാറ്റ്ഫോമും പ്രവർത്തിച്ച് വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഡൊമൈനും ഇതുമൊക്കെ എങ്ങനെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് മറ്റൊരു ഫ്രോഡാണ്. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ടാകും. സോ അതിനെപ്പറ്റിയൊന്നും ഞാനിതിലേക്ക് കടക്കുന്നില്ല. ഇത് പക്കാ സ്കാമാണ്. ആരും ഈ ഒരു വഴി പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാനിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു സ്കാം എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു തന്നത്. സോ ഇനി റൈസ്റ്റാറിലേക്കും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിലേക്കും വരാം. ഒരു ഫിനാൻഷ്യൽ സ്കാമായിട്ട് പോലും ഇവരെന്തുകൊണ്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. സോ ഈ ഗെയിം വർക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പൈസ വെക്കുന്ന ആ ഒരു സൈഡായിരിക്കും ഇവർ ലോസ് ആവുന്നത്. ഇപ്പം യെസ് ഓർ നോ എന്നുള്ള രീതിയിലുള്ള ഒരു ബെറ്റിംഗ് മാത്രം നമുക്ക് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് 3-4 ടൈപ്പിൽ ബെറ്റ് ചെയ്യാൻ പറ്റും. കളർ പ്രഡിക്ഷൻ, നമ്പർ പ്രഡിക്ഷൻ, ഈ ടൈപ്പ്. സോ ഈ എസ്സിനകത്ത് വെറും 10 രൂപയാണ് ഒരു വ്യക്തി ബെറ്റ് ചെയ്തത്. അതേപോലെ നോയിനകത്ത് 100 രൂപയും ബെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 10 രൂപ വെച്ച ആൾക്കായിരിക്കും ഈ ഒരു ബെറ്റ് കിട്ടുന്നത്. സോ അയാൾക്ക് ലാഭം 10 രൂപ വെച്ചിട്ട് 20 രൂപ അല്ലെങ്കിൽ 20-ൽ താഴെ ആയിരിക്കും കിട്ടുന്നത്. ഇവരുടെ കമ്മീഷൻ എന്നുള്ള രീതിയിൽ അതിൽ താഴെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ 100 രൂപ വെച്ച ആളുടെ 100 രൂപയും പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഈ ലാഭം ഉണ്ടാക്കുന്ന 90 രൂപയോളം ലാഭം ഉണ്ടാക്കുന്ന ഈ ഒരു ബെറ്റിംഗ് ആപ്പാണ്. സോ ഇവർക്ക് എത്രത്തോളം ഓരോ ബെറ്റിൽ നിന്ന് ലാഭം കിട്ടുന്നു എന്നുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ ഇത്രത്തോളം കൊള്ള ലാഭമാണ് ഇവർ ഇതിനകത്തുനിന്ന് ഉണ്ടാക്കുന്നത്. സോ ഇതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രൊമോഷന് സാധാരണ നമ്മളൊരു ബ്രാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊളാബറേഷൻ വഴി പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന പൈസയുടെ 10-100 ഇരട്ടി ഈ ഒരു ഗാംബ്ലിംഗ് ആപ്സ് ഓഫർ ചെയ്യും. സോ ഇത് കണ്ട് മയങ്ങിയാണ് ഈ പല യൂട്യൂബേഴ്സും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരൊറ്റ പ്രൊമോഷൻ കൊണ്ട് തന്നെ ലൈഫ് സെറ്റിലാക്കാനുള്ള എമൗണ്ട് ആയിരിക്കും അവർക്ക് ഇതിലൂടെ കിട്ടുന്നത്. ഈ ആപ്ലിക്കേഷൻസ് ഇന്ത്യയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് തടയാൻ പോലും നമ്മുടെ ഗവൺമെൻറ്റിനോ ഇവിടുത്തെ നിയമ സംവിധാനത്തിനോ കഴിയുന്നില്ല. ആ സ്ഥിതിക്ക് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനൊന്നും പറ്റത്തില്ല എന്നുള്ള വിശ്വാസത്തെയാണ് ഇവരിതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് റൈസ്റ്റാറിലേക്ക് വരാം. റൈസ്റ്റാർ എന്നുള്ള യൂട്യൂബർ ആരാണോ അല്ലെങ്കിൽ അയാളുടെ ഐഡൻറ്റിറ്റി നമുക്ക് ഇതുവരെ അറിയില്ല. ഇനി ഇയാളുടെ ഗെയിമിംഗ് എടുത്ത് നോക്കുവാണെങ്കിൽ ഹാക്കർമാരെ പോലെ അഥവാ സാധാരണ ഒരു ഫ്രീ ഫയർ പ്ലെയറിന് കളിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും ഒരു അമാനുഷിക എന്നുള്ള രീതിയിൽ തന്നെ കളിക്കുന്ന ഈ ഒരു ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ റൈസ്റ്റാർ എന്നുള്ളത്. സോ ഇതേപോലൊരു ഫോറിൻ യൂട്യൂബറാണ് റൂക്ക് എഫ്. ഈ റൂക്ക് എഫും ഇതേപോലെ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഒന്നും ഐഡൻറ്റിറ്റി റിവീൽഡ് അല്ല. പക്ഷേ ഇവരൊക്കെ സ്ക്രിപ്റ്റ് യൂസേഴ്സ് ആണെന്നുള്ളത് ഓൾറെഡി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് റൈസ്റ്റാർ ഇതേപോലെ ഒരു സ്ക്രിപ്റ്റ് യൂസർ എന്നാണ്. കാരണം ഇങ്ങനെയുള്ള ഫേക്കായിട്ടുള്ള ഗെയിമിംഗ് അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ തന്നെ ഇയാളുടെ ക്രെഡിബിലിറ്റി നമ്മൾ എന്തായാലും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം സ്റ്റാറിൻ്റെ ഗെയിം പ്ലേ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മോണിറ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അയാളും സ്ക്രിപ്റ്റും ഹാക്കും ഒക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓട്ടോ എയിമൊക്കെ യൂസ് ചെയ്താണ് കളിക്കുന്നതെന്ന്. എന്നാൽ പോലും അതാരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ 7 മില്യൺ 8 മില്യൺ ആൾക്കാരെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഇത്രയും വലിയ ഫെയിമും പൈസയൊക്കെ നേടിയെടുക്കുന്ന ഒരാളാണ് ഈ റൈസ്റ്റാർ എന്നുള്ളത്. അഥവാ എക്സ്പോസ്ഡ് ആയാലും പേഴ്സണലി ഒന്നും ബാധിക്കാനായിട്ട് ഒരു ചാൻസും ഇല്ല. കാരണം ഐഡൻറ്റിറ്റി ഒന്നും ആർക്കും അറിയില്ല. ഇനി ഫ്രീ ഫയർ എന്നുള്ള ഗെയിം കളിക്കുന്നത് കൂടുതലും കുട്ടികളാണ്. അപ്പോൾ ഈ റൈസ്റ്റാർ എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ ഓഡിയൻസും കൂടുതലും കുട്ടികളാണ്. ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലെയല്ല ഈ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെയുള്ള മണി സ്കാം ആപ്ലിക്കേഷൻസും പ്ലാറ്റ്ഫോംസും ഒക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർ കൂടുതലും പാരൻസിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ അത് എത്രയാണെന്ന് പോലും നോക്കാതെ അവർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യും. സോ അതെന്ന് പറയുന്നത് വലിയൊരു സൊസൈറ്റിക്ക് തന്നെ ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമാണ്. ഇതൊന്നും മനസ്സിലാക്കാനോ ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടല്ല, പൈസയ്ക്ക് മതിമറന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇതിനെതിരെ ശക്തമായിട്ട് എന്തായാലും എല്ലാവരും പ്രതികരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഇത്രയും മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ.